വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നാട്ടിലാണ്. നാട്ടിൽ വന്നിട്ട് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇപ്പം ഞാനുള്ളത് അർജുൻ്റെ വീട്ടിലാണ്. ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് നേരെ പോകുന്നതായിരിക്കും. അപ്പോൾ അച്ഛനും അമ്മേനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ 7 മാസം ആയിട്ടോ നാട്ടിൽ വന്നിട്ട്. കുറേ ആയോ പറയിട്ട് 7 അർജു, ഞാൻ ജാനുവരിയിലല്ലേ തിരിച്ചു വന്നത്. ഇതിപ്പോ എത്രയായി? ജൂലൈ ആയി, 7 ആയി. എത്ര പെട്ടെന്നല്ലേ. അതുമല്ല 2 മാസം മുന്നേ അച്ഛനും അമ്മേനൊക്കെ ഞാൻ കണ്ടതാണ്. എന്നാലും എനിക്ക് ഭയങ്കര ഇതാണ്. ഞാൻ ഇന്നലെ രാത്രിയെ പോകാതിരുന്നതെന്ന് വെച്ചാൽ അത്രയും ടയേർഡായിരുന്നു. ഭയങ്കരമായിട്ട് ഒരുപാട് യാത്ര ചെയ്ത് അങ്ങനെ വരികയല്ലേ. അപ്പോൾ കുളിച്ച് ഫ്രഷായിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പം ഉണ്ടാവും അച്ഛനൊക്കെ എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാം. ചെറിയ പാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഔട്ട്ഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ സോർട്ട് ഔട്ട് ചെയ്തിട്ട് എടുത്തതാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പഴയ ഷർട്ടാണ് കേട്ടോ. ഇപ്പം അർജുൻ്റെ കബേർഡിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. സോ അതൊക്കെ ഇട്ട് ഞാൻ സുന്ദരിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഇതിൽ വന്നതാണ്. എല്ലാം ഞാൻ വ്ളോഗ് ചെയ്യുന്നതൊക്കെ എനിക്ക് ദിവസവും ഒരു വീഡിയോ വെച്ച് എടുക്കണം എന്നൊക്കെ ഉണ്ട്. നടക്കുകയോ ഇല്ലയോ ഒന്നും അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഗൈസ്, അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞാനിത് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി 2 മിനിറ്റിൽ ഞാൻ എൻ്റെ വീട്ടിലെത്തും. 2 മിനിറ്റ് വേണ്ട. ഞങ്ങൾ ആക്ച്വലി ഒരു പെർഫെക്റ്റ് ടൈമിലാണ് നാട്ടിലെത്തിയിരിക്കുന്നത്. UAE-ലാണെങ്കിലും കൊടും ചൂടെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങാൻ ആവില്ല. നമ്മളിങ്ങനെ ഉരുകിപ്പോകുന്ന പോലെ നമുക്ക് ഫീൽ ആവും. അത്രയും ചൂടാണ് ഈ സമയം. ചൂടിൻ്റെ ഒരു പീക്കിൽ നിൽക്കുന്നൊരു സമയമാണ്. അപ്പം നാട്ടിലെ കാലാവസ്ഥ നല്ല മഴ, നല്ല ഇളം കാറ്റ്. 2 ദിവസം ഉണ്ടാവുക. പിന്നെ 3-ാമത്തെ ദിവസം എവിടേക്കും പോകാൻ ഇറങ്ങാൻ പറ്റാണ്ട് ഒടുക്കത്തെ മഴ, അങ്ങനത്തെ ഒരു പറച്ചിലായിരിക്കും. എനിവേ, നല്ല ടയേർഡുമാണ്. ഈ ഒരു 7-8 ഡേയ്സിൽ ഞങ്ങൾ 5 ഫ്ലൈറ്റ് യാത്രകളാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര ടയേർഡാണ്. നമ്മൾ ഫസ്റ്റ് ദുബായിൽ നിന്ന് ഒമാനിലേക്ക് ഒരു ഫ്ലൈറ്റ്, പിന്നെ ഒമാനിൽ നിന്ന് ബാങ്കോക്കിലേക്ക്, പിന്നെ ക്രാബിയിൽ നിന്ന് ബാങ്കോക്കിൽ നിന്ന് ക്രാബിയിലേക്ക് വേറെ, പിന്നെ നമ്മൾ തിരിച്ച് ഫുക്കറ്റിൽ നിന്ന് ബാംഗ്ലൂരേക്ക്, ബാംഗ്ലൂരിൽ നിന്ന് കാലിക്കറ്റേക്ക്. അങ്ങനെ ഫുൾ അയ്യോ മടുത്തു പോയി. അത്രയും ഫ്ലൈറ്റ് യാത്ര മടുത്തു പോകുന്ന രീതിക്ക് ആയിപ്പോയിട്ടുണ്ട്. അമ്പോ finally I am home. അമ്മമ്മ ഇതല്ലോ ഞാനെത്തിയില്ലേ. എല്ലാ പ്രാവശ്യവും ഞാൻ പോന്നേരം അമ്മമ്മ ഭയങ്കര കരച്ചിലായിരിക്കും. ഞാനാണെങ്കിൽ 2-3 മാസം കൂടുന്നോറും വരികയും ചെയ്യും. ഗായ്സ്, നല്ല മഴയാണ്. ചോറ് കഴിക്കട്ടെ ഗായ്സ്. എത്രയോ ദിവസത്തിന് ശേഷമാണ് ചോറും കറിയെല്ലാം കഴിക്കാൻ പോകുന്നത്. ഭയങ്കര കൊതിയായിരുന്നു. ഫൈനലി എന്റെ കിച്ചൺ പോലെത്തി. ഹായ് ഗായ്സ്, ഇത് വേറൊരു ദിവസമാണ് ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പം ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട് റൂമിൽ.
നല്ല ബഹളം ഉണ്ടാവും. കാരണം ഇവിടെ സോളാർ വെക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ എന്തൊക്കെയോ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കോലം കണ്ട് എനിക്കിങ്ങനെ നോക്കുമ്പോൾ എന്തോ പോലെയാവുക. ഞാൻ ആകെ ടാൻഡായി എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, എനിക്ക് ഫസ്റ്റ് ഡേ അങ്ങനെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് എനിക്കിങ്ങനെ കൈയൊക്കെ നോക്കുമ്പോൾ ഒന്ന് മനസ്സിലാവുന്ന ഭയങ്കരമായിട്ട് ടാൻഡായിട്ടുണ്ട്. അമ്മയും പറഞ്ഞ് നീ ആകെ എന്തോ ആയി. സൺസ്ക്രീനൊക്കെ ഞാൻ അയ്യോ, എനിക്ക് ഈ ഒരു സൗണ്ടിൻ്റെ മുകളിൽ എൻ്റെ സൗണ്ട് ആയിട്ട് എനിക്ക് അടി ഉണ്ടാക്കാൻ വയ്യ. അപ്പം സൺസ്ക്രീനൊക്കെ ഞാൻ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ റീ ആപ്ലിക്കേഷൻ ഒന്നും നടന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ടാൻഡായിട്ടുണ്ട്. എനിക്കെന്തോ പോലെ ആവുന്നു ഗൈസ്. അപ്പം എന്താണ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഞാൻ ഇന്നേതോ ഒരു ദിവസം പിന്നെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞാൻ ഇന്ന് എൻ്റെ സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് അത്ര വലിയ നന്നായിട്ടൊന്നും വന്നിട്ടില്ല. എനിക്ക് അവിടുന്ന് ഉണ്ടാക്കുന്ന ആ ഒരു ഇതിൽ എനിക്ക് ഇവിടുന്ന് ഉണ്ടാക്കാൻ പറ്റിയില്ല. ശരി ഗൈസ്, കുറച്ച് കഴിഞ്ഞിട്ട് വരാം. വൈകുന്നേരം ആയാലും ഞാനൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അർജു ഇപ്പം വരാമെന്ന് പറഞ്ഞു. എനിക്ക് എന്നെ കണ്ടിട്ട് എനിക്ക് എന്തോ ഭയങ്കര ഒരു ചേഞ്ച് ഫീലാവുന്നു. ഭയങ്കര ടയേർഡായിട്ടുണ്ടോ ഫേസ്? ഭയങ്കര ടയേർഡ്നെസ് ഫേസിൽ ഫീലാവുന്ന പോലെയുണ്ട്. ഞാനും അർജുനും കൂടി ഞങ്ങൾ സ്ഥിരം സ്പോട്ടിലേക്ക് ഒരു ചായ വാങ്ങിയിട്ട് പോവാണ്. ഗൈസ്, നമുക്കിന്ന് സൺസെറ്റ് കിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം ആകെ ഗ്ലൂമി ആയിട്ട് കിടക്കുകയാണ്. നമുക്ക് നല്ലൊരു ചായ കിട്ടിയിട്ടുണ്ട്. ചായ ഒക്കെ കുടിച്ച് ഞങ്ങളിതാ തിരിച്ചു പോവാണ്. ആ കാണുന്നൊരു ചായക്കടയിൽ നിന്നാണ് ചായ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ചെറിയ സർപ്രൈസസ് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു ബുട്ടീക്ക് ഉണ്ട്. അപ്പം അവിടുന്ന് ഞാൻ എപ്പോഴും ഇങ്ങനെ മുന്നേ ഒരിക്കലും ഇങ്ങനെ തന്നെ അമ്മയ്ക്ക് ഒരു ചുരിദാർ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ചുരിദാർ വാങ്ങിക്കാനാണ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നത്. പക്ഷെ അമ്മയ്ക്ക് എപ്പോഴും ഇഷ്ടപ്പെടാറില്ല. വാങ്ങിച്ചു കൊടുക്കുന്നത് ഇഷ്ടമാണ്, പക്ഷെ എൻ്റെ സെലക്ഷൻ അമ്മയ്ക്ക് അത്ര പിടിക്കാറില്ല. എന്നാലും നോക്കാം. അർജു വാ. ഗൈസ്, ഡിന്നറിന് ഞാൻ സ്പെഷ്യലായിട്ടൊരു ചിക്കനാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ റെഡി ആയിട്ട് കൊണ്ടിരിക്കുകയാണ്. ചിക്കനും ചക്കയാണ് ഇന്നത്തെ നമ്മളെ ഐറ്റം. ചക്ക ഇവിടെ സെറ്റായിട്ടുണ്ട്. ചക്കയും ചിക്കൻ ഇതൊരു തന്തൂരി മസാലയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയൊരു ചിക്കനാണ് ഗൈസ്. കരിഞ്ഞൊന്നുമല്ല. ഗൈസ്, എനിക്ക് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഞാൻ സുന്ദരി ആയതാണ്, പക്ഷെ എനിക്ക് ഈ ഒരു സൗന്ദര്യം മുഖത്ത് മനസ്സിലാവുന്നില്ല. ലൈറ്റിൻ്റെ പ്രശ്നമാണോ എന്താണെന്നൊന്നും എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഓക്കെ ഗൈസ്, പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമുണ്ട്. ഇത് 2 വർഷം മുന്നേ ഉള്ള ഒരു കുർത്ത സെറ്റാണ് ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചത്. അതെനിക്കിപ്പോഴും കറക്റ്റ് ഫിറ്റാണ് ഗൈസ്. കൈയൊക്കെ നോക്ക്, എനിക്ക് അല്ലെങ്കിൽ കൈയൊക്കെ ടൈറ്റ് ആയിട്ടുണ്ടാവുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഓക്കെ, കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. അമ്മ ഇതാ ആധാർ കാർഡും കൊണ്ട് വരുന്നുണ്ട്. ഇല്ല, അമ്മേനെ എടുക്കുന്നില്ല, ഞാൻ എന്നെ തന്നെ എടുത്തോണ്ടിരിക്കുന്നത്. എൻ്റെ ആധാർ കാർഡ് ഇതിലെ ഫോട്ടോ ഞാൻ കാണിച്ചു തരില്ല ഗൈസ്. അക്ഷയയില് പോയി തിരിച്ചു വന്നപ്പോഴേക്കും ഭയങ്കര മഴ ഗൈസ്. ഞങ്ങളിതാ പപ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അർജുന കഴിക്കുകയാണ്. കഴിക്കട്ടെ, വിശപ്പൊന്നും കൊതിയാവുന്നു ഗൈസ്. നല്ല അടിപൊളി എഗ് പഫ്സ് ആയിരുന്നു. അപ്പം അതൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നല്ല ക്ലൈമറ്റ് അല്ലേ, അപ്പം വിചാരിക്കുന്ന പുറത്തേക്ക് പോകാമെന്ന്. പിന്നെ എനിക്കൊരു കാര്യം പറയണ്ട ഗൈസ്, എൻ്റെ ലിപ്സിൻ്റെ അവിടെ കണ്ടോ, ഇവിടെ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട്. ഇതൊരു 1 മന്തായി. അപ്പം ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതിനെ കൊണ്ടൊന്നുമല്ല, കാരണം ഞാൻ ലിപ്സ്റ്റിക്ക് എത്ര കാലമായിട്ട് യൂസ് ചെയ്യുന്നത്. മേ ബി ഏതെങ്കിലും ഞാൻ ട്രൈ ചെയ്ത ലിപ്സ്റ്റിക്ക് എനിക്ക്
പറ്റാത്തത് കൊണ്ടാണോ എന്നറിയില്ല. പക്ഷെ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ലിപ്സ്റ്റിക്സാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും യൂസ് ചെയ്യാറില്ല, പുറത്തൊക്കെ പോകുമ്പോൾ മാത്രം. അപ്പോൾ ഇതെനിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പോകണം. ഇതിപ്പം എനിക്ക് നല്ല പെയിനാണ്. എനിക്ക് 1 മന്തായിട്ട് ഇതിങ്ങനെ വരിക പോവുക അങ്ങനത്തെ ഒരു ഇതിലാണ് നിൽക്കുന്നത്. ഇടയ്ക്ക് ഇവിടെ അങ്ങ് ഓക്കെ ആവും, ആ ഒരു മുറിവ് അങ്ങ് ഓക്കെ ആവും. പ്ലീസ് 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 പ്ലീസ്, ഞാൻ വീഡിയോ എടുക്കുന്നല്ലേ, അപ്പോൾ അതങ്ങ് ഓക്കെ ആവും. പക്ഷെ ഇപ്പം നാട്ടിൽ വന്നതിന് ശേഷം അർജു ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം ഇതിപ്പോൾ അധികമായിട്ടുണ്ട്. അപ്പം എനിക്ക് വീഡിയോ എല്ലാം എടുക്കുമ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ എനിക്കറിയാമല്ലോ ഇത് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് എന്തോ പോലെയാണ്. കാണിക്കണം, കാലിക്കറ്റ് പോകുമ്പോൾ കാണിക്കാമെന്നാണ് ഇന്ന് വിചാരിക്കുന്നത്. നോക്കട്ടെ. ഞാനിതാ തിരിച്ച് അർജുൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഞങ്ങൾ റൈഡൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും സമയം ലേറ്റായി. പിന്നെ വീട്ടിൽ സംസാരിച്ചിരിക്കുകയായിരുന്നു. വേറൊരു ദിവസമാണ്, ഞാനിങ്ങനെ റാൻഡമായിട്ട് വീഡിയോസ് എടുത്ത് പോവാണ് കേട്ടോ. അപ്പം ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇപ്പം ഉച്ചേ മുക്കാലായിട്ടുണ്ട്. നമ്മളിപ്പം പോകുന്നത് അർജുൻ്റെ ബ്രദറിൻ്റെ വൈഫിൻ്റെ വീട്ടിലേക്കാണ്. അനുവേച്ചിനെയും ഹെസിനെയും കാണാൻ വേണ്ടിയിട്ട്. ഹെസി ഏട്ടൻ്റെ മോനാണ്, അപ്പോൾ അവര് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അവൻ മാഹിയിലാണ് പഠിക്കുന്നത്. സോ ചെറിയ മോന, അപ്പോൾ അവനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണീത് ഭയങ്കര ചൂട് കേട്ടോ. 2 ദിവസമായിട്ട് മഴയുണ്ട്, ഇടയ്ക്ക് മഴ വന്ന് പോവുക എന്നുള്ളൊരിതാണ്. പക്ഷെ എന്നാലും നല്ല ചൂടാണ്. ഹെയർ എനിക്ക് തീരെ സെറ്റായിട്ട് നിൽക്കുന്നില്ല. ഞാൻ സ്ട്രെയിറ്റൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടുത്തെ ഹ്യൂമിഡിറ്റിൻ്റെ ഇഷ്യൂ ആണ്. ലോങ്ങും കൂടി ആയതിനു ശേഷം എനിക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹെയർ കട്ട് ചെയ്യണം എന്നല്ല ഇങ്ങനെ തോന്നും, പക്ഷെ പിന്നെ എനിക്ക് ഭയങ്കര വിഷമമായിരിക്കും. അതാണ് ചൂടെടുത്തിട്ട് രക്ഷയില്ല. അയ്യോ, ഇന്നെന്താന്നറിയില്ല, ഇന്ന് നല്ല ചൂട്. അല്ല ഇന്നലെ ഞങ്ങൾ ബൈക്കിൽ റൈഡൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എന്ത് ക്ലൈമറ്റാന്ന് പറയും. ഞാനിങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ മറ്റേ കേരളത്തിനെ പുകഴ്ത്തിയിട്ടുള്ള പാട്ടൊക്കെ ഇങ്ങനെ വരുന്നു. അത്രയും നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. ഇത് ഞാൻ തായ്ലൻഡിൽ നിന്ന് വാങ്ങിച്ച ക്ലിപ്പാണ് കേട്ടോ. അപ്പം ഔട്ട്ഫിറ്റിന് മാച്ച് ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് കൊടുക്കട്ടെ. എങ്ങനെയുണ്ട് ഗൈസ് ക്ലിപ്പ്? ഇതിപ്പം നല്ല ഒതുങ്ങി നിൽക്കുന്നില്ലേ, കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെയാവും. അതാണ് പ്രശ്നം. നാളെ എനിക്ക് കാലിക്കറ്റ് പോകാനുണ്ട്. ഡോക്ടറിൻ്റെ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. നാട്ടിലെപ്പോഴും വരുമ്പോൾ ഫുൾ ബോഡി ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് പോണം. ഇത് ഞാൻ ബാങ്കോക്കിൽ നിന്ന് വാങ്ങിച്ചൊരു മാല, പ്ലാറ്റിനം മോഡൽ. മാല ഇത് ഇങ്ങനെയാണ് നിൽക്കുന്നത്. എനിക്കിഷ്ടമായിട്ടോ. എങ്ങനെയുണ്ട്? നല്ലല്ലേ? ഇത് കുറച്ചിങ്ങനെ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. ലിപ് ബാം, ഇത് അക്വാലോജിക്കയുടെ ഒരു ലിപ് ടിൻ്റാണ്. ലിപ് ബാം, ടിൻറ്റഡ് ലിപ് ബാമാണ്. സ്ട്രോബെറി ലിപ്സ്റ്റിക് മുഖ്യം. അത്രയേ ഉള്ളൂ ഗൈസ്. അതുകൂടെ ലിപ്സ്റ്റിക്ക് കുറേ ഷെയ്ഡ്സ് ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇതാക്കണം.
വെരി ഫ്യൂ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇന്നത്തെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ ആമസോണിൽ അവൈലബിൾ ആണ്. ആമസോണിൽ ഇപ്പോൾ സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കൂ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക്സ് കൊടുക്കാം. സോ ലെറ്റ്സ് ഗോ ബ്രിസ്റ്റൽ ടുഡേ. ഗായ്സ്, നമ്മൾ വടകര എത്തി. നമ്മളിതാ ഈ ഒരു ഷോപ്പിൽ നിന്ന് ഹെസിക്ക് എന്തെങ്കിലും ടോയ്സ് വാങ്ങിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ടോയ്സും കുറച്ച് ചോക്ലേറ്റ്സും വാങ്ങിച്ചിട്ട് ഇറങ്ങി. നമ്മൾ സ്ഥിരമായിട്ട് കുഞ്ഞിപ്പള്ളിയിലൂടെ പോകുമ്പോൾ ഇവിടെ കോയിൻസ് എറിയും. എനിക്ക് അർജു പറഞ്ഞു തന്ന കാര്യമാണ് കേട്ടോ. ഇതൊരു ഇവിടുത്തെ ഒരു എന്താ ആചാരം പോലത്തെ സംഭവമാണ്. നമുക്ക് കോയിൻസ് എറിയാ, അവര് വന്നിട്ട് എടുത്തോ. എറിയണ്ട, ഓരോ വന്നിട്ടുണ്ട്. നക്ഷത്രമാക്കി കൊടുക്ക്. ഗായ്സ്, ഞങ്ങള് അന്വേഷിന്റെ വീട്ടിലൊക്കെ പോയി തിരിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിപ്പം തന്നെ കുറേ ദിവസമായില്ലേ. അപ്പം നാളെ എനിക്ക് കാലിക്കറ്റ് പോകാനുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.